സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് വിനീതമായ നമസ്കാരം. വളരെ 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 സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവാൻ പോകുന്നു. വിശ്വാസം വരുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സാധ്യത സുശക്തമായി പരിഗണിക്കപ്പെടുന്നു എന്ന വാർത്തകളാണ് ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്നത്. ഇന്ത്യൻ T20 ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനായി നമ്മുടെ സഞ്ജു സാംസൺ വരാൻ പോവുകയാണ്. അതിന് ചുക്കാൻ പിടിക്കാൻ പോകുന്നത് കോച്ചായിട്ടുള്ള സാക്ഷാൽ ഗൗതം ഗംഭീറാണ്. സഞ്ജു സാംസണിന്റെ ക്യാപ്റ്റൻ പാടവം, ആ ഒരു കളിക്കളത്തിലെ ക്ഷമ, കാര്യക്ഷമത, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്, അതിനേക്കാൾ ഉപരി കൃത്യമായ കൺസിസ്റ്റന്റായ ടീമിനെ വിജയിപ്പിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ അസാധ്യമായ മികവും കോർഡിനേഷനും, ഇതെല്ലാം ഗൗതം ഗംഭീറിനെ ഇംപ്രസ് ചെയ്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗൗതം ഗംഭീർ സഞ്ജു സാംസണിനെ ക്യാപ്റ്റൻ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പിടിവലി ശക്തമാക്കിയിരിക്കുകയാണ്. മറ്റു പേരുകളിൽ ശ്രേയസ് അയ്യരുടെ പേരുണ്ട്, ഹർദിക് പാണ്ഡ്യയുടെ പേരുണ്ട്, ശുഭ്മൻ ഗില്ലിനടക്കം സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു പുതിയ ചരിത്രം എഴുതാൻ ഗൗതം ഗംഭീർ തീരുമാനിച്ചിരിക്കുകയാണ്. ഗൗതം ഗംഭീറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ തീരുമാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സഞ്ജുവിന്മേലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം വേൾഡ് കപ്പ് നേടിക്കൊടുത്തുകൊണ്ടാണ് സഞ്ജു തെളിയിച്ചു കൊടുത്തത്. അതിനുശേഷം നടന്ന ഒരു അഭിമുഖത്തിൽ ഗൗതം ഗംഭീർ സഞ്ജുവിനെ കുറിച്ച് വാചാലനാവുകയുണ്ടായി. സഞ്ജുവിന് 10 കളി ഔട്ടായാലും സഞ്ജുവിന് കൊടുത്തിരിക്കുന്ന ആ ഒരു കർമ്മം കൃത്യമായി സഞ്ജു ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പേഴ്സണൽ മൈൽ സ്റ്റോൺ സഞ്ജു കാര്യമാക്കാറില്ല. അങ്ങനെ കാര്യമാക്കിയാണ് സഞ്ജു കളിച്ചിരുന്നതെങ്കിൽ സഞ്ജുവിന് ഇന്ന് നിലവിലുള്ള ഏത് താരത്തെയും വെല്ലാമായിരുന്നു. പക്ഷേ ടീമാണ് ഫസ്റ്റ് എന്ന ഒരു ഒറ്റ മാനസിക വിചാരത്തോടു കൂടിയാണ് സഞ്ജു സാംസണിനെ ഞങ്ങൾ കളത്തിലിറക്കുന്നത്. അത് വളരെ ഭംഗിയായി തന്നെ സഞ്ജു ചെയ്ത് കാണിക്കാറുമുണ്ട്. 5 ബോളിൽ 15 റൺസ്, 10 ബോളിൽ 30 റൺസ്, അങ്ങനെയുള്ള സ്കോറുകളിൽ സഞ്ജു ഔട്ടായാലും ആ സമയത്ത് ടീമിന് കിട്ടുന്ന മൈലേജ് വളരെ വലുതാണ്. കാരണം ഓപ്പണിംഗിൽ സഞ്ജു പവർ പ്ലേ നന്നായി ഉപയോഗിച്ചാൽ പിന്നീട് വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് അത് സമ്മർദ്ദം കുറയ്ക്കാനും മികച്ച സ്കോറുകളിലേക്ക് ഇന്ത്യയെ എത്തിക്കാനും സഹായകരമാകും. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ആ കർമ്മം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. കൃത്യമായി കോച്ചിന്റെ പദ്ധതികൾ അനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന, അനുസരിക്കുന്ന, മുന്നോട്ട് പോകുന്ന കളിക്കാരനാണ് സഞ്ജു സാംസൺ എന്നതും സഞ്ജു സാംസണിനെ തന്നെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കാരണമായി പരിഗണിക്കപ്പെടുന്നു. മുമ്പുള്ള താരങ്ങളെല്ലാം തന്നിഷ്ടക്കാരായിരുന്നു, പ്രമുഖ താരങ്ങളടക്കം തന്നിഷ്ടക്കാരായിരുന്നു. കോച്ചിന് മുകളിൽ എന്നൊരു ചിന്തയിലാണ് അവർ കളിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ടീം, സഞ്ജു സാംസൺ അടങ്ങുന്ന ഇന്നത്തെ ടീം പൂർണ്ണമായും കോച്ചിന്റെയും മറ്റു കളിയെ നിയന്ത്രിക്കുന്ന ആളുകളുടെയും നിയന്ത്രണത്തിലാണ്. ഒരു ടീം എന്നുള്ള കൺസെപ്റ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിനെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് സഞ്ജു സാംസണിനോട് ഇത്രയും നാൾ BCCI അടക്കം ചെയ്ത തഴയലുകൾക്കുള്ള ഒരു പ്രതിവിധി കൂടിയായാണ് ഗംഭീർ മനസ്സിൽ വിചാരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഗംഭീർ ചലഞ്ച് ചെയ്യുന്നുണ്ട് BCCIയെ. സഞ്ജു സാംസൺ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരനാണ്. കാലം അത് തെളിയിക്കും. സഞ്ജു സാംസണിനേക്കാൾ കഴിവുള്ള ഏത് ബാറ്റ്സ്മാനാണ് നിലവിലുള്ളത്? നിങ്ങൾക്ക് ഡിബേറ്റിന് വരാൻ താല്പര്യമുണ്ടോ എന്നായിരുന്നു ആ വീഡിയോയിലൂടെ ഗൗതം ഗംഭീർ പറഞ്ഞത്. അന്ന് ഗൗതം ഗംഭീർ കോച്ചായിട്ടില്ല. പക്ഷെ കോച്ചായതിനു ശേഷം ഗൗതം ഗംഭീർ സഞ്ജുവിനെ നന്നായി പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ വിജയിച്ച സഞ്ജു പിന്നീട് ടീമിലേക്ക് വന്നു, ടീമിനെ വിജയിപ്പിച്ച് ലോകകപ്പ് അടിച്ചു. അതൊരു ചരിത്രമാണ്. ശ്രേയസ് അയ്യരുടെ പേര് വലിയ രീതിയിൽ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും സഞ്ജു സാംസണിന് മുൻതൂക്കം നൽകിയായിരിക്കും വേൾഡ് കപ്പ് അതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു ടീം വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം T20യിൽ ശ്രേയസ് അയ്യർ കളിച്ചിരുന്നില്ല. അവിടെ സൂര്യകുമാർ യാദവ് ആയിരുന്നു ക്യാപ്റ്റൻ. വേൾഡ് കപ്പ് ടീമിൽ പോലും ശ്രേയസ് അയ്യർ ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവിനെ മാറ്റുമ്പോൾ ആ സ്ഥാനത്തേക്ക് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഹർദിക് പാണ്ഡ്യയേക്കാൾ മികച്ച ഓപ്ഷൻ സഞ്ജു സാംസൺ തന്നെയാണ്. കാരണം രാജസ്ഥാൻ റോയൽസിനെ ഒരു മികച്ച നിലയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് സഞ്ജു ട്രേഡ് ചെയ്യപ്പെട്ട് ചെന്നൈയിലേക്ക് എത്തിയത്. ഹർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൽ വളരെ 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 ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഫോം കണ്ടെത്താനാവാതെ, കൃത്യമായി ക്യാപ്റ്റൻസി നിർവഹിക്കാനാവാതെ പതറുകയാണ്. ആ ഒരു കാഴ്ച മുന്നിൽ നിൽക്കെ ഹർദിക് പാണ്ഡ്യയ്ക്ക് ഒരു അവസരം വീഴാൻ സാധ്യതയില്ല. ചെന്നൈയിലേക്ക് വന്ന സഞ്ജു സാംസണിന്റെ തുടരെയുള്ള മികച്ച കളികളും ടീമിനെ വിജയിപ്പിക്കുന്നതിലുള്ള, പ്രത്യേകിച്ച് ക്ലച്ച് മാച്ചസുകളിൽ ടീമിനെ വിജയിപ്പിക്കുന്നതിലുള്ള, തുടക്കം മുതൽ അവസാനം വരെ നിന്ന് ടീമിനെ വിജയിപ്പിച്ചെടുക്കുന്നതിലുള്ള
ആ ഒരു മികവാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. അത് സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. എല്ലാവരും അതിനെ പരാമർശിക്കുന്നുണ്ട്. നല്ലൊരു ലീഡർക്ക് മാത്രമേ, നല്ലൊരു നായകന് മാത്രമേ അത്രയും മെന്റൽ കപ്പാസിറ്റിയോടുകൂടി, ക്ഷമയോടുകൂടി ഒരു ഇന്നിങ്സ് ലീഡ് ചെയ്ത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മഹേന്ദ്ര സിംഗ് ധോണി അങ്ങനെ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിനുശേഷം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇന്ത്യയുടെ നായകനാകുമോ? മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇന്ത്യയുടെ നായകനാകുമോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായാണ് സഞ്ജു സാംസണിന്റെ പേര് സാക്ഷാൽ ഗൗതം ഗംഭീർ എടുത്തു പറയുന്നത്. ഇനി തീരുമാനം BCCIയുടെ കൈകളിലാണ്. ഉടൻ തന്നെ ഇന്ത്യൻ T20 ടീമിനെ പ്രഖ്യാപിക്കും എന്നാണ് വിവരങ്ങൾ. അതിൽ സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ, ശുഭ്മൻ ഗിൽ, ഹർദിക് പാണ്ഡ്യ തുടങ്ങിയവരെയാണ് സൂര്യകുമാർ യാദവിന്റെ റീപ്ലേസ്മെന്റ് ആയി ഒരു ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അതിൽ സഞ്ജു സാംസണിന് തന്നെ നറുക്ക് വീഴും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യത്തെ മലയാളി ക്രിക്കറ്റർ എന്ന ഒരു ചരിത്രം തന്നെ സഞ്ജു എഴുതി ചേർക്കും. നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് സഞ്ജു. നമ്മളെ അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്നതിന്റെ മന്നൻ കൂടിയാണ് സഞ്ജു. പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ, ഇന്ത്യൻ T20 സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ ആവുമോ? ഗൗതം ഗംഭീറിന്റെ വാക്കിന് BCCI വില നൽകുമോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീണ്ടും കാണാം. നന്ദി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.